Hello my dear students, welcome to all in our online classroom. I am Pratisha D, Assistant Professor, MTM College. Today we are going to start our 4th semester classes. അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു കോമൺ പേപ്പറാണ്, കംപ്ലീറ്റ്ലി ഒരു തിയറി പേപ്പറാണ്. ഇതിനകത്ത് മെയിനായിട്ടും നമുക്കറിയാം, ഈ പേര് പറഞ്ഞ പോലെ തന്നെ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിനകത്ത് മെയിനായിട്ടും നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ, എൻ്റർപ്രണർഷിപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഈ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി കേട്ട് പരിചയമുള്ള ഒരു ടേമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഈ ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുന്നതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരെയും എൻ്റർപ്രണർ ആവുന്നതിന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ പല കുട്ടികളും ഇതിനകത്ത് എന്തുണ്ടാവും, എൻ്റർപ്രണറിയൽ സ്കില്ല് ഉള്ളവരുണ്ടാവും, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉള്ള പല സ്റ്റുഡൻസും ഇതിനകത്തുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റുഡൻസിന് ഒരു എൻ്റർപ്രണറിയൽ സെക്ടറിനകത്തേക്ക് ഇറങ്ങുമ്പോൾ മെയിനായിട്ടും ഒരു എൻ്റർപ്രണറായി മാറുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ മെയിനായിട്ടും ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ എന്തൊക്കെ തരത്തിലുള്ള അസിസ്റ്റൻസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള അസിസ്റ്റൻസ്, മെയിനായിട്ടും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവൈലബിൾ ആവുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് മെയിനായിട്ടും ലഭിക്കുന്ന അസിസ്റ്റൻസ്, പിന്നെ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആൻഡ് ഫോർമാലിറ്റീസ് ആണ് ഒരു എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്നത് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, മെയിനായിട്ടും കംപ്ലീറ്റ് എൻ്റർപ്രണർഷിപ്പിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു സബ്ജക്റ്റിനകത്ത് മെയിനായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, എൻ്റർപ്രണർ എന്ന് പറയുന്ന ടേമിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്ന ടേം എന്ന് പറയുന്നത് എൻ്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പ് ഫസ്റ്റ് നമ്മൾ ഹൂ ഈസ് ആൻ എൻ്റർപ്രണർ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എൻ്റർപ്രണർ എന്ന് പറയുന്ന ഈ ഒരു വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഒരു ഫ്രഞ്ച് വേർഡിൽ നിന്നാണ്. എൻ്റർപ്രണർ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് എൻ്റർപ്രണർ എന്ന് പറയുന്ന വേർഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മെയിനായിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത് ടു അണ്ടർടേക്ക് എന്നുള്ളതാണ്. അപ്പോൾ എൻ്റർപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എൻ്റർപ്രണർ ഈസ് ദി പേഴ്സൺ who undertakes the risk of new enterprise. അപ്പോൾ ഒരു ബിസിനസ് എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്ത് അതിൽ കംപ്ലീറ്റ് റിസ്ക് അണ്ടർടേക്ക് ചെയ്യുന്ന പേഴ്സണെയാണ് നമ്മൾ എൻ്റർപ്രണർ എന്ന് പറയുക. ജനറലി നമ്മൾ നോക്കുകയാണെങ്കിൽ എനിവൺ ഹു റൺസ് എ ബിസിനസ് ഈസ് കോൾഡ് ആൻ എൻ്റർപ്രണർ. അപ്പോൾ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ബേസിൽ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് എൻ്റർപ്രൈസ് സെറ്റപ്പ് ചെയ്ത് റൺ ചെയ്യുന്ന പേഴ്സണെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എൻ്റർപ്രണർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഓർഡിനറി ഫോമാറ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു ബിസിനസ് മാനെയാണ് നമ്മൾ എൻ്റർപ്രണർ എന്ന് പറയുന്നത്. നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം, എൻ്റർപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ പേഴ്സൺ ഹു കമ്പൈൻസ് ക്യാപിറ്റൽ ആൻഡ് ലേബർ ഫോർ ദി പർപ്പസ് ഓഫ് പ്രൊഡക്ഷൻ. ഹി ഓർഗനൈസസ് ആൻഡ് മാനേജസ് എ ബിസിനസ് യൂണിറ്റ് അസ്യൂമിങ് ദി റിസ്ക് ഫോർ പ്രോഫിറ്റ്. അപ്പോൾ മെയിനായിട്ടും ഒരു എൻ്റർപ്രണർ എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് എൻ്റർപ്രൈസ് റൺ ചെയ്യുന്ന പേഴ്സണാണ് എൻ്റർപ്രണർ. അപ്പോൾ മെയിനായിട്ടും എൻ്റർപ്രണറുടെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, അതുപോലെ തന്നെ ലേബേഴ്സിന് കമ്പൈൻ ചെയ്യുക, ഒരു പ്രൊഡക്ഷൻ
പ്രോസസ്സ് നടത്തുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ആ ഒരു ബിസിനസ് യൂണിറ്റ് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യുക, മാനേജ് ചെയ്യുക, അതിനകത്ത് വരുന്ന റിസ്ക് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, അണ്ടർടേക്കൺ ചെയ്യുക, അതിലൂടെ ഒരു മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുക തുടങ്ങിയിട്ടുള്ള എൻ്റർ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു പേഴ്സണാണ് ആര്, എൻ്റർപ്രണർ എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു എൻ്റർപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എൻ്റർപ്രൈസ് നല്ല രീതിയിൽ റൺ ചെയ്യുന്ന ഒരു പേഴ്സണാണ് എൻ്റർപ്രണർ എന്ന് പറയുന്നത്. മെയിനായിട്ടും എൻ്റർപ്രണർക്ക് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വാളിറ്റീസ് എന്ന് പറയുന്നത്, ഒരു ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയ ജനറേറ്റ് ചെയ്തുകൊണ്ട് ഒരു എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എൻ്റർപ്രണർക്ക് കഴിയണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ആ ഒരു എൻ്റർപ്രൈസിന് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് റിസ്ക് അണ്ടർടേക്കൺ ചെയ്യുക എന്നുള്ളതും എൻ്റർപ്രണറുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ നമുക്കിനി BBC ഇംഗ്ലീഷ് ഡിക്ഷണറി ബേസിസിൽ നമ്മൾ എൻ്റർപ്രണറുടെ ഡെഫിനേഷൻ ഒന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ഇറ്റ്, ആൻ എൻ്റർപ്രണർ ഈസ് എ പേഴ്സൺ ഹു സെറ്റ് അപ്പ് എ ബിസിനസ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഡെഫിനേഷനാണ് പറയുന്നത്. ഒരു എൻ്റർപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ് എൻ്റർപ്രൈസ് സെറ്റപ്പ് ചെയ്യുന്ന പേഴ്സണിനെയാണ് നമ്മൾ എൻ്റർപ്രണർ എന്ന് പറയുക. ഇനി നമുക്ക് ഒരു പേഴ്സൺ പറഞ്ഞിട്ടുള്ള ഡെഫിനേഷൻ നോക്കാം. അക്കോർഡിംഗ് ടു JB Sale, entrepreneur is one who brings together the factors of production and combines them into a product. അപ്പോൾ ഈ ഒരു JB Sale എന്ന് പറയുന്ന പേഴ്സൻ്റെ കോൺസെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ എൻ്റർപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു എൻ്റർപ്രൈസ് റൺ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് നമ്മൾ കമ്പൈൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്, ഒരു പ്രോഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് മാർക്കറ്റിലേക്ക്. അപ്പോൾ എൻ്റർപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ നമ്മൾ ഒരുമിപ്പിച്ച് അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒരു ഓർഗനൈസേഷനകത്ത് കൊണ്ടുവന്ന് ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പേഴ്സണിനെയാണ് എൻ്റർപ്രണർ എന്ന് പറയുക എന്നുള്ളതാണ് പറയുന്നത്. ദെൻ മെയിനായിട്ടും ഇദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിൽ പറയുമ്പോൾ മെയിനായിട്ടും പറയുന്നത്, ഒരു എൻ്റർപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഓൺ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷന് യാതൊരു തരത്തിലുള്ള ഇമ്പോർട്ടൻസും ഇല്ല. അതായത് ഒരു എൻ്റർപ്രണർ ആവാൻ ആ എൻ്റർപ്രണറുടെ കയ്യിൽ സ്വന്തമായിട്ട് ഫണ്ട് വേണം എന്നുള്ളതിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. ക്യാപിറ്റൽ അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യണം, ബട്ട് ആ ക്യാപിറ്റൽ ഓൺ ഫണ്ടോ ബോറോവ്ഡ് ഫണ്ടോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റർപ്രണേഴ്സിന് ഇത്തരത്തിലുള്ള ഈ ഒരു ക്യാപിറ്റൽ കോൺട്രിബ്യൂഷന് വേണ്ട ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നതിന് പലതരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും പലതരത്തിലുള്ള അസിസ്റ്റൻസ് ഇതിന് വേണ്ടിയിട്ട് അവൈലബിൾ ആകുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ എന്താണ് ഒരു ക്യാപിറ്റലിസ്റ്റ്, അതുപോലെ തന്നെ എൻ്റർപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 കോൺസെപ്റ്റുകളാണ്. ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്കറിയാം കംപ്ലീറ്റ്ലി ഒരു ഫിനാൻഷ്യറാണ്, ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പേഴ്സണാണ്. ബട്ട് എൻ്റർപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരിക്കലും ഒരു ക്യാപിറ്റലിസ്റ്റ് മാത്രമല്ല. എൻ്റർപ്രണർ പലപ്പോഴും ക്യാപിറ്റലിസ്റ്റിൻ്റെ ഫങ്ഷൻ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരിക്കലും ക്യാപിറ്റലിസ്റ്റിനെ എൻ്റർപ്രണറായിട്ട് പറയാനായിട്ട് പറ്റില്ല. എൻ്റർപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ബിസിനസ് എൻ്റർപ്രൈസ് കോർഡിനേറ്റ് ചെയ്യുക, നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന പേഴ്സണാണ് എൻ്റർപ്രണർ. നെക്സ്റ്റ് ഇനി നമുക്ക് അടുത്തൊരു ഡെഫിനേഷൻ നോക്കാം. അക്കോർഡിംഗ് ടു ജോസഫ് എ ഷംപീറ്റർ, ഇദ്ദേഹത്തിൻ്റെ ഡെഫിനേഷൻ, ഇദ്ദേഹം പറയുന്ന എൻ്റർപ്രണറെ കുറിച്ച് പറയുന്ന ഡെഫിനേഷൻ ഇതാണ്: ആസ് വൺ ഹു ഇന്നോവേറ്റ്സ്, റേസ് മണി, assembles inputs and sets the organization ongoing with his ability to identify them and opportunities which others are not able to fulfill such economic opportunities. അപ്പോൾ ഒരു എൻ്റർപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ജനറേറ്റ് ചെയ്തുകൊണ്ട് അതിലൂടെ എന്ത് ചെയ്യാണ്, ഒരു കൊമേഴ്ഷ്യൽ ഓപ്പർച്യൂണിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന പേഴ്സൺ. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ആ ഒരു എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി മണി റൈസ് ചെയ്യണം. അതുപോലെ തന്നെ
ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ട ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ, ഇൻപുട്സിനെ എന്ത് ചെയ്യണം, കമ്പൈൻ ചെയ്ത് ആ ഒരു ഓർഗനൈസേഷനകത്ത് കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അതിലൂടെ നല്ലൊരു റിസൾട്ട് ഏൺ ചെയ്യുന്ന പേഴ്സണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എൻ്റർപ്രണർ എന്ന് പറയുന്നത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിൽ എന്ത് ചെയ്യുന്നത്, എൻ്റർപ്രണറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ബേസിൽ നമ്മൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റർപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് എ പേഴ്സൺ who organizes and manages a business undertaking and assumes the risk involved in it for the sake of profit. അപ്പോൾ ഒരു എൻ്റർപ്രൈസ്, സ്വന്തമായിട്ടൊരു ബിസിനസ് എൻ്റർപ്രൈസ് അല്ലെങ്കിൽ ഒരു അണ്ടർടേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് അത് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് മാനേജ് ചെയ്ത് അതിനകത്ത് വരുന്ന റിസ്ക് കംപ്ലീറ്റ്ലി അസ്യൂം ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന പേഴ്സണെയാണ് നമ്മൾ എൻ്റർപ്രണർ എന്ന് പറയുക. മെയിനായിട്ടും എൻ്റർപ്രണർക്ക് വേണ്ട ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ആണ് റിസ്ക് അണ്ടർടേക്കൺ ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയാസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതും. നമുക്കറിയാം ഒരു എൻ്റർപ്രൈസ് സക്സസ്ഫുൾ ആയി പോകണമെങ്കിൽ എപ്പോഴും സംതിങ് ഡിഫറെൻറ്റ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന എൻ്റർപ്രൈസുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സക്സസ്ഫുള്ളായിട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റർപ്രണർ എന്ന് പറയുമ്പോൾ എന്ത് വേണം, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി വേണം. എന്നിരുന്നാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സക്സസ്ഫുള്ളായിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ എൻ്റർപ്രണർ നമുക്ക് എന്തെന്നും കൂടെ പറയാം, വെഞ്ചർപ്രണർ എന്നും കൂടെ പറയാം. അതായത് ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്ന പേഴ്സണാണ് ആര്, എൻ്റർപ്രണർ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എൻ്റർപ്രണറെ വെഞ്ചർപ്രണർ എന്നും കൂടെ പറയാനായിട്ട് പറ്റും. ഇനി നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ള ടോപ്പിക്ക് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ്റർപ്രണർ ആണ്. എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ഓൾറെഡി എൻ്റർപ്രണർ എന്താണ്, അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഡിഫറെൻറ്റ് ഡെഫിനീഷൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലായി, എൻ്റർപ്രണറുടെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു എൻ്റർപ്രണർ മെയിനായിട്ടും പെർഫോം ചെയ്യുന്ന ഫങ്ഷൻസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു. എന്നിരുന്നാലും നമുക്ക് എന്താ പറയാം, ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഒരു എൻ്റർപ്രണർക്ക് ഉള്ളത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആൻ എൻ്റർപ്രണർ ബ്രിങ്സ് അബൌട്ട് ചേഞ്ച് ഇൻ ദി സൊസൈറ്റി. ഹീ ഈസ് എ കാറ്റലിസ്റ്റ് ഓഫ് ചേഞ്ച്. അപ്പോൾ എൻ്റർപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പലതരത്തിലുള്ള ചേഞ്ചസ് കൊണ്ടുവരുന്ന ഒരു കാറ്റലിസ്റ്റാണ് ആര്, എൻ്റർപ്രണർ എന്ന് പറയുന്നത്. അതായത് ഇന്നോവേറ്റീവായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പേഴ്സണാണ് ആര്, എൻ്റർപ്രണർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എൻ്റർപ്രണർ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റുകളിൽ നിന്ന് മാറി സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചേഞ്ച് സൊസൈറ്റിക്കകത്ത് കൊണ്ടുവരുന്ന ഒരു പേഴ്സണാണ് എൻ്റർപ്രണർ. അപ്പോൾ അയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചർ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സൊസൈറ്റിക്കകത്ത് നോക്കുകയാണെങ്കിൽ ഒരു ചേഞ്ച് കൊണ്ടുവരുന്ന പേഴ്സണാണ് എൻ്റർപ്രണർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് എൻ്റർപ്രണർ ഇംപ്രൂവ് ദി ടെക്നോളജി, പ്രൊഡക്ട്സ് ആൻഡ് ദി സൊസൈറ്റി. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ടെക്നിക്കൽ ഇംപ്രൂവ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റ്, അതുപോലെ തന്നെ ഒരു സൊസൈറ്റീനെ ഇംപ്രൂവ് ചെയ്യുന്നതിന് എൻ്റർപ്രണർക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, എൻ്റർപ്രണർ ഈസ് ആക്ഷൻ ഓറിയൻറ്റഡ്, ഹൈലി മോട്ടിവേറ്റഡ് ഇൻഡിവിജ്വൽ ഹു ടേക്സ് റിസ്ക് ടു അച്ചീവ് ഗോൾസ്. ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പേഴ്സണാണ് ആര്, എൻ്റർപ്രണർ എന്ന് പറയുന്നത്. അതായത് ഒരു റിസ്ക് അണ്ടർടേക്കൺ ചെയ്തുകൊണ്ട് ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ട് വരുന്ന പേഴ്സണാണ് എൻ്റർപ്രണർ. ഇവിടെ കംപ്ലീറ്റ്ലി എന്താണ്, ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടാസ്ക്കാണ്. ആക്ഷൻ ഓറിയൻറ്റഡ് ആകുമ്പോഴാണ് അവിടെ നല്ലൊരു റിസൾട്ട് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. നെക്സ്റ്റ് എൻ്റർപ്രണർ ഈസ് ക്രിയേറ്റീവ് ആൻഡ് റിസൾട്ട് ഓറിയൻറ്റഡ്. എന്താണ്, ഹൈലി ക്രിയേറ്റീവ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഔട്ട്പുട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പേഴ്സണാണ് ആര്, എൻ്റർപ്രണർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എൻ്റർപ്രണർ ആക്സെപ്റ്റ്സ് റെസ്പോൺസിബിലിറ്റീസ് വിത്ത് എന്തൂസിയാസം ആൻഡ് എൻഡുറൻസ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റർപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ
എല്ലാ തരത്തിലുള്ള ആ ഒരു എൻ്റർപ്രൈസിന് റിലേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസും അക്സെപ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണ്? എൻ്റർപ്രണറെയാണ്. അതുപോലെ തന്നെ എന്താണ്? ഹൈലി എന്തൂസിയാസും അതുപോലെ തന്നെ എൻട്രൻസും എൻ്റർപ്രണർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഹൈലി ഇൻട്രസ്റ്റഡ് ആയിരിക്കും എന്ത് ചെയ്യുക? എൻ്റർപ്രണർ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഏതൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു എന്തുണ്ടായിരിക്കണം? മൈൻഡ് എൻ്റർപ്രണർക്ക് ആവശ്യമാണ്. ദെൻ എൻ്റർപ്രണർ ഈസ് ബോത്ത് തിങ്കർ ആൻഡ് ഡുവർ, പ്ലാനർ ആൻഡ് വർക്കർ. എൻ്റർപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു തിങ്കറാണ്. അതുപോലെ തന്നെ ആ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയനെ നമ്മൾ കൊമേഴ്ഷ്യലി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് തന്നെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഡുവർ ആയിട്ട് വരുന്നു. ദെൻ അതുപോലെ തന്നെ ഒരു പ്ലാനറും വർക്കറും ആയിട്ട് ആരെ ആക്ട് ചെയ്യുന്നുണ്ട്? എൻ്റർപ്രണർ ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ജനറേറ്റ് ചെയ്ത് അതിനെ നമ്മൾ കൊമേഴ്ഷ്യലി എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരുന്ന ഒരു ബിസിനസ്സിനകത്ത് വരുന്ന എൻ്റെ ആക്ടിവിറ്റീസിനെ പ്ലാൻ ചെയ്യും. ആ പ്ലാനിങ്ങിനനുസരിച്ച് അത് ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന പേഴ്സണാണ് ആര്? എൻ്റർപ്രണർ. ദെൻ എൻ്റർപ്രണർ ഓൾവേസ് ലുക്ക് ഫോർ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് എക്സ്പ്ലോയിറ്റ്സ് ദം ഫോർ എക്കണോമിക് ഗെയിൻസ്. അതുപോലെ തന്നെ എന്താണ്? എൻ്റർപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എൻ്റർപ്രൈസിനകത്ത് വരുന്ന, അല്ലെങ്കിൽ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ജനറേറ്റ് ചെയ്തുകൊണ്ട് അതിലൂടെ ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക, അതിനെ നല്ല രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്ത് നല്ല രീതിയിലൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ എക്കണോമിക് ഗെയിൻ ഏൺ ചെയ്യുക എന്നുള്ളതും എൻ്റർപ്രണറുടെ ഫങ്ഷനാണ്. ദെൻ എൻ്റർപ്രണർ അണ്ടർടേക്സ് വെഞ്ചർ നോട്ട് ഫോർ ഹിസ് പേഴ്സണൽ ഗെയിൻസ് അലോൺ ബട്ട് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് കസ്റ്റമേഴ്സ്, ഗവൺമെൻറ് ആൻഡ് ദി സൊസൈറ്റി ആസ് വെൽ. അതുപോലെ തന്നെ എൻ്റർപ്രണർ ഒരു വെഞ്ചർ അല്ലെങ്കിൽ എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിനൊരു എക്കണോമിക് ബെനിഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറെൻറ്റ് പേഴ്സൺസിന്, അദ്ദേഹത്തിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡിഫറെൻറ്റ് പേഴ്സൺസിനും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബെനിഫിറ്റ് ഈ ഒരു എൻ്റർപ്രൈസ് അണ്ടർടേക്കൺ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നുണ്ട്. മെയിനായിട്ടും നമുക്കറിയാം, കസ്റ്റമേഴ്സിനാണെങ്കിൽ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രിഫറബിൾ പ്രൈസിനകത്ത് നല്ല ക്വാളിറ്റിയുള്ള ഗുഡ്സ് അവൈലബിൾ ആവുന്നു, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടുന്നു. ഗവൺമെൻറ്റിനാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ടാക്സ് ബെനിഫിറ്റ്, ഒരു ഇൻകം, അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ സൊസൈറ്റിക്കാണെങ്കിൽ എന്ത് ചെയ്യുന്നു? സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് അതൊരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ പല തരത്തിലുള്ള ബെനിഫിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ അവൈലബിൾ ആക്കുന്നുണ്ട്. ദെൻ എൻ്റർപ്രണർ ബിൽഡ്സ് ന്യൂ എൻ്റർപ്രൈസ്. അതുപോലെ തന്നെ ഒരു ന്യൂ എൻ്റർപ്രൈസ് എന്ത് ചെയ്യാണ്? ബിൽഡപ്പ് ചെയ്യുന്ന പേഴ്സണാണ് ആര്? എൻ്റർപ്രണർ എന്ന് പറയുന്നത്. ദെൻ എൻ്റർപ്രണർ ഹാസ് എ ട്രമൻഡസ് എമൗണ്ട് ഓഫ് പേഴ്സണൽ എനർജി ആൻഡ് ഡ്രൈവ്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റർപ്രണർക്ക് വേണ്ട മെയിനായിട്ടുള്ള ക്വാളിറ്റീസിൽ ഒന്നാണ് എന്ത്? പേഴ്സണൽ എനർജി. ഒരുപാട് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈലി ഒരു ഡ്രൈവ് അല്ലെങ്കിൽ മോട്ടീവ് വേണം എന്നുള്ളത് എൻ്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം എസെൻഷ്യലാണ്. അത്തരത്തിലുള്ള ഒരു മോട്ടീവ് ഉണ്ടെങ്കിലാണ് എൻ്റർപ്രണർക്ക് നല്ല സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ നെക്സ്റ്റ്, എൻ്റർപ്രണേഴ്സ് ഫൈൻഡ്സ് ദ റിസോഴ്സസ് റിക്വയർഡ് ടു എക്സ്പ്ലോയിറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അതുപോലെ തന്നെ എൻ്റർപ്രണറുടെ ഡ്യൂട്ടിയാണ് എന്ത്? ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ജനറേറ്റ് ചെയ്ത് അതിലൂടെ ഒരു ബിസിനസ് എൻ്റർപ്രൈസ് സെറ്റപ്പ് ചെയ്യുമ്പോൾ ആ ഒരു എൻ്റർപ്രൈസ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ട ഫാക്ടേഴ്സ് ഓഫ് പ്രൊട്ടക്ഷൻ, ഡിഫറെൻറ്റ് റിസോഴ്സസ് എന്ത് വേണം. അപ്പോൾ ആ റിസോഴ്സുകളെല്ലാം കണ്ടെത്തുക എന്നുള്ളത് എൻ്റർപ്രണറുടെ ഡ്യൂട്ടിയാണ്. നമുക്കറിയാം, പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ റോ മെറ്റീരിയൽസ് അവൈലബിൾ ആവണം, ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ വർക്കേഴ്സ് അവൈലബിൾ ആവണം, ഫണ്ട് വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ റിസോഴ്സുകളും നല്ല രീതിയിൽ കണ്ടെത്തുക, അതിനെ കമ്പൈൻ ചെയ്യുക എന്നുള്ള ഡ്യൂട്ടി എൻ്റർപ്രണറുടെ തന്നെയാണ്. ദെൻ എൻ്റർപ്രണേഴ്സ് സ്റ്റാർട്ട്സ് ഓൺ their own because they do not like to work for others. They prefer to be their own boss and want to be responsible for their own decision. അപ്പോൾ മെയിനായിട്ടും എൻ്റർപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഓൺ ബിസിനസ് എൻ്റർപ്രൈസ് റൺ ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിച്ചുകൊണ്ട് വരുന്ന പേഴ്സൺസാണ് എൻ്റർപ്രണേഴ്സ്. ഒരിക്കലും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ എന്നുള്ള ഒരു മോട്ടീവിലാണ് മെയിനായിട്ടും എൻ്റർപ്രണേഴ്സ് ഈ ഒരു ഫീൽഡിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓൺ ബിസിനസ് എന്നുള്ള ഒരു
മോട്ടീവ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ഫുൾ കൺട്രോളിങ് പവർ കിട്ടുക, ഒരു അതോറിറ്റി എൻജോയ് ചെയ്യുക എന്നുള്ള ഒരു ബെനിഫിറ്റും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റർപ്രണർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിൻ്റെ ഓൺ ബോസും അതുപോലെ തന്നെ അദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് വർക്കേഴ്സിൻ്റെയും എന്താണ് ബോസും കൂടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഓൺ ഡിസിഷൻസ് എടുക്കാനുള്ള കംപ്ലീറ്റ് പവർ എൻ്റർപ്രണർക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഏതൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ്ലി എൻ്റർപ്രണറെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒന്നാണ്. ദെൻ എൻ്റർപ്രണേഴ്സ് ക്രിയേറ്റ് ക്യാപിറ്റൽ. ഒരു എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫണ്ട് കോൺട്രിബ്യൂഷൻ ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിൽ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള മോണിറ്ററി ആയിട്ടല്ലാതെയുള്ള ഡിഫറെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്റ്റേണൽ ആയിട്ടും അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള ക്യാപിറ്റൽ ഓർഗനൈസേഷനകത്ത് ആവശ്യമാണ്. അപ്പോൾ ഫണ്ടായിട്ടാണെങ്കിലും അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് ആയിട്ടുള്ള ക്യാപിറ്റൽ ആണെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ യൂസ് ചെയ്യുകയാണെങ്കിലും ഒക്കെ എന്താണ് ഓർഗനൈസേഷനകത്ത് ക്രിയേറ്റ് ചെയ്യേണ്ട ഡ്യൂട്ടി എൻ്റർപ്രണർ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള എൻറ്റയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ കംപ്ലീറ്റ്ലി ചെയ്യുന്നത് എൻ്റർപ്രണറാണ്. ദെൻ നെക്സ്റ്റ്, എൻ്റർപ്രണർ ഡസ് എക്സ്ട്രാ ഓർഡിനറി തിങ്സ് ആസ് എ ഫങ്ഷൻ ഓഫ് വിഷൻ, ഹാർഡ് വർക്ക് ആൻഡ് പാഷൻ. അപ്പോൾ മെയിനായിട്ടും എന്താണ്, ഒരു എക്സ്ട്രാ ഓർഡിനറി ഫങ്ഷൻ പെർഫോം ചെയ്യുന്ന പേഴ്സണാണ് എൻ്റർപ്രണർ. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒബ്ജക്റ്റീവ് അൾട്ടിമേറ്റ് ഗോളിലേക്ക് എത്തിച്ചെല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള വിഷൻ, അതുപോലെ തന്നെ ഹാർഡ് വർക്ക്, അതുപോലെ തന്നെ പാഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാ ക്വാളിറ്റീസും പെർഫോം ചെയ്യുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സണാലിറ്റി ആയിരിക്കണം ആര്, എൻ്റർപ്രണർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, എ ക്ലെവർ എൻ്റർപ്രണർ ഡസ് നോട്ട് ടേക്ക് ഹൈ റിസ്ക്. ഹി ഈസ് നോട്ട് എ ഗാംബ്ലർ. He prefers to take moderate and calculate risk. He tries to reduce risk and increase the chance of success. അപ്പോൾ മെയിനായിട്ടും എൻ്റർപ്രണർക്ക് വേണ്ട ഒരു മെയിൻ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്, റിസ്ക് എന്നുള്ളതിനെ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും റിസ്ക് ഹൈ റിസ്ക് ടേക്കിങ്ങിനല്ല ഒരു എന്താണ് ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നല്ല എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള എൻ്റർപ്രണർ എപ്പോഴും ഹൈ റിസ്ക് ടേക്കിങ്ങിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. മറിച്ച് എന്താണ്, റിസ്ക് ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന റിസ്കിനെ അസ്യൂം ചെയ്തുകൊണ്ട് ആ ഒരു റിസ്കിനെ മോഡറേറ്റ് ചെയ്ത് ദെൻ കാൽക്കുലേറ്റ് ചെയ്ത് അത് മിനിമൈസ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. അതിലൂടെ വരാനിരിക്കുന്ന എന്താണ് റിസ്ക് മിനിമൈസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോബ്ലംസ് മാക്സിമം റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ സക്സസ്ഫുള്ളിനുള്ള ചാൻസ് ഇൻക്രീസ് ചെയ്യാനും പറ്റും. അപ്പോൾ എൻ്റർപ്രണറുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, റിസ്ക് മിനിമൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരിക്കലും എൻ്റർപ്രണർ എന്താണ്, ഒരു ഗാംബ്ലർ ആയിട്ടല്ല ആക്ട് ചെയ്യുന്നത്. ഗാംബ്ലർ എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം എന്താണ്, ഹൈ റിസ്ക് അണ്ടർടേക്കൺ ചെയ്തുകൊണ്ട് അതിലൂടെ ഒരു മാക്സിമം റിട്ടേൺ കിട്ടാൻ ഉള്ള ഫങ്ഷൻ ആക്ട് ചെയ്യുന്നതാണ് ഗാംബ്ലറുടെ മെയിൻ ഡ്യൂട്ടി. ബട്ട് എൻ്റർപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സക്സസ്ഫുള്ളായി മാറണമെങ്കിൽ അവിടെ എന്താണ് മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, റിസ്ക് റെഡ്യൂസ് ചെയ്യുക, അസ്യൂം ചെയ്ത് ആ റിസ്കിനെ മാക്സിമം എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ മെയിനായിട്ടും എൻ്റർപ്രണർ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ടും ഡിസ്കസ് ചെയ്തത് എൻ്റർപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്, എൻ്റർപ്രണറുടെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്.